2022 ജൂണിലെ എൻവയോൺമെന്റൽ സ്റ്റഡീസ് ഇഗ്നുവിന്റെ BVAE 181 എന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ചില ചോദ്യങ്ങൾ നമ്മൾ നോക്കുവാണ്. അതിലെ ഒന്നാമത്തെ ചോദ്യം നമുക്ക് ശ്രദ്ധിക്കാം. ഒന്നാം, വേൾഡ് കമ്മീഷൻ ഓൺ എൻവയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ് വാസ് ചെയർഡ് ബൈ. എൻവയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ് എന്നതിന്റെ വേൾഡ് കമ്മീഷൻ, അത് കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു? ഗ്രോ ഹാർലം ബ്രണ്ട്ലാൻഡ് ആയിരുന്നു അതിന്റെ ചെയർമാൻ. രണ്ടാമത്തെ ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഡീകമ്പോസർ? താഴെ പറയുന്നതിൽ ഏതാണ് ഒരു ഡീകമ്പോസർ? ഇവിടെ ഹോക്കിനെ കുറിച്ചും പരുന്തിനെ കുറിച്ചും ടാഡ്പോളിനെ കുറിച്ചും, അതായത് വാൽമാക്രിയെ കുറിച്ചും മണ്ണിരയെ കുറിച്ചും എർത്തോമിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഡീകമ്പോസർ അല്ല, ഫംഗൈ ആണ് ഇവിടെ ഡീകമ്പോസർ. മൂന്നാമത്തെ ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് വൺ ഓഫ് ദ പ്രയോറിറ്റി ഏരിയാസ് ഓഫ് അച്ചീവിംഗ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്? സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ നേടുന്നതിന് പ്രയോറിറ്റി അഥവാ പ്രാമുഖ്യം നൽകുന്ന ഒരു മേഖല അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സീറോ പൊല്യൂഷൻ ഒക്കെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളാണ്. സീറോ പൊല്യൂഷനും വേസ്റ്റ് ജനറേഷൻ കുറയ്ക്കുക, റെഡ്യൂസ്ഡ് വേസ്റ്റ് ജനറേഷൻ, പ്രൊട്ടക്ഷൻ ഓഫ് ഫോറസ്റ്റ് ആൻഡ് അതർ ഹാബിറ്ററ്റ്സ്, അതൊക്കെ ആണ്. പക്ഷേ റെഡ്യൂസ് പോവർട്ടി, ഇനീക്വാലിറ്റി ആൻഡ് തേർഡ് വേൾഡ് ഡെറ്റ് എന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ പ്രയോറിറ്റി ഏരിയയിൽ പെടുന്നില്ല. ഇനി മറ്റൊന്ന്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എന്നുള്ളതിന്റെ പ്രയോറിറ്റി ഏരിയയിൽ പെടാത്തത് അതാണ്. ദ മെയിൻ സൾഫർ റിസർവോയർ ഇൻ ദ സൾഫർ സൈക്കിൾ ഈസ് പ്രസന്റ് ഇൻ ദ ഡാഷ്. വെള്ളത്തിലാണ് സൾഫർ റിസർവോയർ, അതായത് ഓഷ്യൻസ്, സമുദ്രങ്ങളാണ് സൾഫറിന്റെ ഏറ്റവും കൂടിയ കലവറ എന്നാണ് പറയുന്നത്. ഇനി മറ്റൊന്ന് നോക്കാം, അഞ്ചാമത്തേത്, ദ ലെവൽ 4 ഓഫ് ദ ട്രോപ്പിക് ലെവൽ കുഡ് ബി ഒക്യുപ്പൈഡ് ബൈ. ലെവൽ 4 ഒക്യുപ്പൈ ചെയ്യുന്ന ആരാണ് ട്രോപ്പിക് ലെവലിലെ? ട്രോപ്പിക് ലെവലിലെ ലെവൽ 1 എന്ന് പറയുന്നത് പ്ലാന്റ്സ് ആണ്, പ്രൊഡ്യൂസേഴ്സ് ആണ്. ലെവൽ 2 എന്ന് പറയുന്നത് പ്ലാന്റ്സിനെ കഴിക്കുന്ന ഹെർബിവറസ് ആണ്. ലെവൽ 3 എന്ന് പറയുന്നത് ഹെർബിവറസ് ആയിട്ടുള്ള ജീവികളെ കഴിക്കുന്ന കാർണിവറസ് ആണ്. ലെവൽ 4 എന്ന് പറയുന്നതും കാർണിവറസ് തന്നെയാണ്. അപ്പോൾ ലെവൽ 5 ആണെങ്കിൽ ടോപ്പ് പ്രെഡേറ്റേഴ്സ് എന്ന് പറയുന്ന ഏറ്റവും, അല്ലെങ്കിൽ അപ്പെക്സ് പ്രെഡേറ്റേഴ്സ് എന്ന് പറയുന്ന കാർണിവറസ് ആണ്. ഇനി ഇപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് ലെവൽ 4 ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ലെവൽ 4 നമ്മൾ പറയേണ്ടത് ഏതൊക്കെയാണ്? ഇവിടെ തന്നിരിക്കുന്നത് ടൈഗർ ആണ്, റാബിറ്റ് ലെവൽ 2 ആണ്. ലെവൽ 1 എന്ന് പറയുന്നത് പുല്ലാണ്, പ്രൊഡ്യൂസേഴ്സ് ആണ്. ലെവൽ 2 എന്ന് പറയുന്നത് ഗ്രാസ് ഹോപ്പർ ആണ്, പുല്ല് തിന്നുന്ന ജീവിയാണ് ഗ്രാസ് ഹോപ്പർ. മുയലും ലെവൽ 2 തന്നെയാണ്, റാബിറ്റ് തന്നെയാണ് ലെവൽ 2 തന്നെയാണ്. അപ്പോൾ ഹെർബിവറസ് ആയിട്ടുള്ളവയൊക്കെ ലെവൽ 2 ആണ്. ഹെർബിവറസിനെ കഴിക്കുന്ന കാർണിവറസ് എന്ന് പറയുന്നത് ലെവൽ 3 ആണ്. ഇപ്പോൾ ഉദാഹരണത്തിന് വുൾഫിനെ പിന്നീട് ടൈഗർ കഴിക്കുന്ന ചെയ്യുക, അപ്പോൾ ലെവൽ 4 ആയി. ഓക്കെ, അപ്പോൾ എന്തായാലും ലെവൽ 4 ടൈഗർ ആണ് വരുന്നത്. ഇനി ആറാമത്തത്, ഇൻ ദ ബയോസ്ഫിയർ ദ മെയിൻ ലാൻഡ് കമ്പോണന്റ് ഈസ് നോൺ ആസ് ഡാഷ്. ലാൻഡ് കമ്പോണന്റ് ലിത്തോസ്ഫിയർ ആണ്. വാട്ടർ കമ്പോണന്റ് ബയോസ്ഫിയറിലെ ഹൈഡ്രോസ്ഫിയർ ആണ്. ഹൈഡ്രോ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ വെള്ളം എന്നാണല്ലോ. ഗേഷ്യസ് കമ്പോണന്റ് ആണ് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്, അത് ഓർമ്മിക്കുക. ഇനി ഏഴാമത്തേത്, ഐഡന്റിഫൈ ദ ഫോളോയിങ് ടൈപ്സ് ഓഫ് ഫുഡ് ചെയിൻസ്. താഴെ പറയുന്ന ഫുഡ് ചെയിനുകൾ ഓരോന്നും ഐഡന്റിഫൈ ചെയ്യാനാണ് പറയുന്നത്. ഫുഡ് ചെയിനുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഗോട്ട്, നെമറ്റോയിഡ്സ്, സപ്രോട്രോഫിക്, ബാക്ടീരിയ. ഇത് ഓരോന്നും എന്താണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ് പറയുന്നത്. ഫുഡ് ചെയിൻ എന്താണ് എന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം, അത് പ്രത്യേകിച്ച് ഓർമ്മിക്കുക. അതില് പാരസൈറ്റിക് ആയിട്ടുള്ള ഒരു ഫുഡ് ചെയിൻ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എല്ലാം പാരസൈറ്റിക്, ഗോട്ടിനെ നെമറ്റോയിഡുകള്, നെമറ്റോയിഡുകളെ സപ്രോഫൈറ്റിക്, ബാക്ടീരിയ എന്ന രീതിയിലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി അപ്പം അതൊരു സാപ്രോഫോട്ടിക് ആണ് ആയിട്ടുള്ള ഫുഡ് ചെയിൻ ആണ്. അപ്പൊ ഡെട്രിയസ് ഫുഡ് ചെയിൻ എന്ന് പറയും. എന്താണ് ഡെട്രിയസ് ഫുഡ് ചെയിൻ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് വൺ വിച്ച് ബിഗിൻസ് വിത്ത് ഡെഡ് ഓർഗാനിക് മാറ്റർ. തുടക്കം തന്നെ ഡെഡ് ഓർഗാനിക് മാറ്ററിൽ തുടങ്ങുന്നത്. ഉദാഹരണത്തിന് ഒരു അഴുകിയ ഇല, ഡെഡ് ഓർഗാനിക് മാറ്റർ ആണ്. അതിനെ വുഡ് ലൗസ് കഴിക്കുന്നു, വുഡ് ലൗസിനെ ബ്ലാക്ക് ബേർഡ് കഴിക്കുന്നു, ആ രീതിയിൽ. അപ്പൊ ഇങ്ങനത്തെ ഫുഡ് ചെയിനും ഉണ്ടാവാം, അതാണ് പറഞ്ഞു വരുന്നത്. ഇനി ഗ്രേസിംഗ് ഫുഡ് ചെയിൻ എന്ന് പറഞ്ഞാൽ മറ്റൊന്നാണ്. നമുക്ക് നോക്കുക, ഇവിടെ ക്യാബേജ് ലീവ്സ്, അതിനെ ഗ്രാസ് ഹോപ്പർ കഴിക്കുന്നു. ഗ്രാസ് ഹോപ്പറിനെ കഴിക്കുന്നത് ഒരു പക്ഷിയാണ്. ഇനി ഇത് ഈ ഒരു ഫുഡ് ചെയിനിന് എക്സാമ്പിൾ ആണ്. എട്ടാമത്തെ ചോദ്യം ഇതാണ്. ദി ഡിസിപ്ലിൻ ഓഫ് പബ്ലിക് ഹെൽത്ത് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ യൂറോപ്പ് ആഫ്റ്റർ ഡാഷ്. 1842 പബ്ലിക് ഹെൽത്ത് എന്നുള്ള ഒരു പഠനശാഖ തന്നെ
നിലവിൽ വരുന്നത് എന്ന് ഓർമ്മിക്കുക. ഓക്കെ, അപ്പം നമ്മൾ ഫുഡ് ചെയിനുകളെ കുറിച്ച് ഉള്ള കാര്യങ്ങളൊക്കെ ക്വസ്റ്റ്യനിൽ വരും. അത് തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ അതിൻ്റെ ഉണ്ടാവും. നമ്മൾ ഓർത്ത് വെക്കേണ്ടത് പ്രധാനമാണ്. ഫുഡ് ചെയിനുകളെ കുറിച്ച് എന്താണ് വരിക എന്ന് നമുക്ക് മുൻകൂട്ടി പറയാൻ സാധിക്കില്ല. എങ്കിലും മറ്റൊരു ചോദ്യമാണ്, മൂന്നാമത്തെ ചോദ്യം നമ്മൾ നോക്കിയതാണല്ലോ. ഇനി അടുത്ത ചോദ്യം 13ാമത്തെ ചോദ്യം. സീഡ് ബാങ്ക് എന്തിന് എക്സാമ്പിൾ ആണ്? എക്സിറ്റു കൺസർവേഷൻ ആണ് എക്സാമ്പിൾ. എക്സിറ്റു കൺസർവേഷൻ, ഇൻസിറ്റു കൺസർവേഷൻ ഉണ്ട്, എക്സിറ്റു കൺസർവേഷൻ ഉണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ പറയേണ്ടത് അതൊന്ന് നോക്കിപ്പോണേ. ഇൻസിറ്റു കൺസർവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സസ്യജന്തുജാലങ്ങളെ അവയുടെ ആ പരിസ്ഥിതിയിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് നമ്മൾ അതിനെ വംശനാശം കെട്ടുപോകാതെ സൂക്ഷിക്കുന്ന രീതിയാണ് ഇൻസിറ്റു കൺസർവേഷൻ. എക്സിറ്റു കൺസർവേഷൻ നമ്മൾ അവിടെ അതിനെ ഇട്ടാൽ ഇതിനെ നശിച്ചു പോകും. അതിനെ നമ്മളുടെ ലബോറട്ടറിയിലോ നമ്മുടെ പരീക്ഷണശാലയിലോ നമ്മുടെ സാങ്ച്വറിയിലോ നമ്മുടെ നാഷണൽ പാർക്കിലോ കൊണ്ടുവന്നിട്ട് പ്രത്യേകമായിട്ട് നമ്മൾ മനുഷ്യന്റെ ക്യാപ്റ്റിവിറ്റിയിൽ സംരക്ഷിച്ച് അതിനെ നശിക്കാതെ നോക്കുന്ന, അതിന്റെ വംശം കെട്ടുപോകാതെ സൂക്ഷിക്കുന്നതാണ് എക്സിറ്റു കൺസർവേഷൻ. എക്സ് എന്ന് വെച്ചാൽ പുറമേ, അതിന്റെ ഒറിജിനൽ നാച്ചുറൽ ആയിട്ടുള്ള എൻവയോൺമെന്റിൽ നിന്ന് അതിനെ പുറത്തോട്ട് കൊണ്ടുവന്നിട്ടാണ് കൺസർവേഷൻ നടത്തുന്നത്. 14ാമത്തെ ചോദ്യം. A wide diversity in species composition indicates that ecosystem is dash. ഒരു സ്പീഷീസിന്റെ കോമ്പോസിഷന്റെ കാര്യത്തിൽ വളരെ വൈഡ് ആയിട്ടുള്ള ഡൈവേഴ്സിറ്റി ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഇക്കോസിസ്റ്റം എന്ന് പറയുന്നത് ലൈക്ലി ടു ബി മോർ സ്റ്റേബിൾ ഇൻ ദ ലോങ് ടൈം. ഡൈവേഴ്സിറ്റി കൂടുന്തോറും ലോങ് ടൈമിലേക്ക് അത് സ്റ്റെബിലിറ്റി കൂടുതലുണ്ടാകും എന്നുള്ളതിന്റെ സൂചനയാണ്. അടുത്തത്, ദ ഫോസ്റ്ററിംഗ് ടെക്നിക് ഹാസ് ബീൻ യൂസ്ഡ് ടു കൺസർവ് ഡാഷ്. വൂഫിംഗ് ക്രെയിനിന് വേണ്ടിയിട്ടാണ് ഫോസ്റ്ററിംഗ് ടെക്നിക് ഉപയോഗിച്ചിരിക്കുന്നത്. 8ാമത്തെ യൂണിറ്റില് 161ാമത്തെ പേജിൽ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഫോസ്റ്ററിംഗ്? മെനി എഗ് ലേയിങ് ആനിമൽസ്, മുട്ടയിടുന്ന പല പക്ഷികളും, ചിലപ്പോൾ ചില അരണ, പല്ലി അങ്ങനെയുള്ള റെപ്റ്റൈൽസും അല്ലെങ്കിൽ ആമകൾ ആർ കേപ്പബിൾ ഓഫ് പ്രൊഡ്യൂസിങ് മെനി മോർ എഗ്സ് ദാൻ ക്യാൻ റയർ. അവയ്ക്ക് വളർത്താൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ മുട്ടയിടുന്ന ജീവികളാണ്. ദിസ് റൈസസ് ദ പോസിബിലിറ്റി ഓഫ് കളക്ടിങ് ദ എക്സ്ട്രാ എഗ്സ് ആൻഡ് ഹാച്ചിങ്. അപ്പോൾ എക്സ്ട്രാ ഉള്ള എഗ്ഗുകൾ കളക്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിന് വിരിയിക്കുന്നത്. ആൻഡ് റയറിങ് ദ അനിമൽസ് ഇൻ ക്യാപ്റ്റിവിറ്റി വിത്ത് എ ഫോസ്റ്റർ പാരന്റ്. അതിനെ വളർത്താൻ വേറൊരു പാരന്റിനെ, ഫോസ്റ്റർ പാരന്റിനെ വെച്ചുകൊണ്ട് അതിനെ വളർത്തും. ദെൻ യൂസിങ് ദം ടു സപ്ലിമെന്റ് വൈൽഡ് പോപ്പുലേഷൻ. എന്നിട്ട് വൈൽഡ് പോപ്പുലേഷനെ സപ്ലിമെന്റ് ചെയ്യാനായിട്ട് ഇത് ഉപയോഗപ്പെടുന്ന രീതിയാണ് ഈ പറയുന്നത്. ഓക്കെ, ഇനി അപ്പോൾ എന്താണ് നമുക്ക് മനസ്സിലായി ഫോസ്റ്ററിങ്. മറ്റൊരു ചോദ്യമാണ് 16ാമത്തേത്. അൺഅറ്റാച്ച്ഡ് ഓർഗാനിസംസ് ഇൻ ആൻ അക്വാട്ടിക് സിസ്റ്റം which live at organisms capable live at the interference of air water are called. എയർ വാട്ടർ, വെള്ളത്തിന്റെ ഏറ്റവും മുകളിൽ വെള്ളവുമായി എന്നാൽ അറ്റ്മോസ്ഫിയറുമായിട്ട് കോണ്ടാക്റ്റിൽ, അങ്ങനെയുള്ള അക്വാട്ടിക് ഇക്കോസിസ്റ്റത്തിൽ കാണപ്പെടുന്ന അൺഅറ്റാച്ച്ഡ് ഓർഗാനിസംസിനെ പറയുന്ന പേര് ന്യൂസ്റ്റൺ ആണ്. ന്യൂസ്റ്റണുകൾ എന്താണ് എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പൊ ന്യൂസ്റ്റണുകളെ കുറിച്ച് ഉള്ള ഒരു കാര്യം ഇതാണ്. അവ എന്താണ്? അൺഅറ്റാച്ച്ഡ് ക്രീച്ചേഴ്സ് ആണ് ദാറ്റ് ലിവ് അറ്റ് ദ എയർ വാട്ടർ ഇന്റർഫേസ് സച്ച് ആസ് ഫ്ലോട്ടിംഗ് പ്ലാന്റ്സ്, പൊങ്ങിക്കിടക്കുന്ന ചെടികൾ, അതൊക്കെ ന്യൂസ്റ്റണുകളാണ്. പ്ലാങ്ക്ടനുകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്ലാങ്ക്ടനുകൾ സസ്യ പ്ലാങ്ക്ടനുകളും ഉണ്ട്, ജന്തു പ്ലാങ്ക്ടനുകളും ഉണ്ട്. അതായത് ഫൈറ്റോ പ്ലാങ്ക്ടനുകളാണ് സസ്യ പ്ലാങ്ക്ടനുകൾ. പ്ലാങ്ക്ടനുകൾ എന്ന് പറയുന്നത് ജന്തു പ്ലാങ്ക്ടനുകൾ, മൈക്രോ ഓർഗാനിസംസ് ആണ്. സൂക്ഷ്മ സസ്യങ്ങളെയാണ് ഫൈറ്റോ പ്ലാങ്ക്ടനുകൾ എന്ന് പറയുക. സൂക്ഷ്മ ജീവികളെയാണ് സൂ പ്ലാങ്ക്ടനുകൾ എന്ന് പറയുന്നത്. കടലിന്റെ അടിത്തട്ടിൽ കാണുന്ന ഞണ്ട്, കൊഞ്ച് അങ്ങനെയുള്ള ജീവികളെ പറയുന്ന ബെന്തോസ് എന്നാണ്. ഓക്കെ, ബന്ധിക്ക് ആയിട്ടുള്ള ഇക്കോസിസ്റ്റത്തിൽ കഴിയുന്ന ജീവികൾ. ഓക്കെ, ഇനി മറ്റൊരു ചോദ്യം. ബ്രാക്കിഷ് വാട്ടർ എന്താണെന്ന് ചിലപ്പോൾ ചോദിക്കാം. അപ്പോൾ ഉപ്പുവെള്ളവും സാധാരണ വെള്ളവും കൂടി മിക്സ് ആയിട്ടുള്ള വെള്ളമാണ് ബ്രാക്കിഷ് വാട്ടർ എന്ന് പറയുന്നത്. വാട്ടർ ദാറ്റ് ഹാസ് ഹയർ സലൈനിറ്റി ലെവൽ ദാൻ ഫ്രഷ് വാട്ടർ ബട്ട് ലോവർ ദാൻ സീ വാട്ടർ. സീ വാട്ടറിന്റെ അത്രയും ഉപ്പ് ഉണ്ടാവില്ല, നേരിയ ഉപ്പ് ഉണ്ടാവുള്ളൂ. ഇറ്റ് ഈസ് എ മിക്സർ ഓഫ് ഫ്രഷ് വാട്ടർ ആൻഡ് സാൾട്ട് വാട്ടർ. എസ്റ്ററികളിലൊക്കെ കാണുന്നത് എന്താണ്? ഈ ബ്രാക്കിഷ് വാട്ടർ ആണ്. കാരണം എന്താ എസ്റ്ററി? റിവറും കടലും, അതായത് ശുദ്ധജലത്തിലെ ഒഴുകി വരുന്ന പുഴയും കടലും കൂടിച്ചേരുന്ന ഈ ഭാഗമാണ് എസ്റ്ററി. അവിടെയൊക്കെ ബ്രാക്കിഷ് വാട്ടർ ആണ്. മാംഗ്രോ സ്വാമ്പ്, അതുപോലെ കണ്ടൽക്കാടുകളുടെ ചതുപ്പുകൾ, അവിടെയൊക്കെ എന്താണുള്ളത്? ഈ ബ്രാക്കിഷ് വാട്ടർ ആണ്. കോസ്റ്റൽ ഏരിയാസ് വിത്ത് ലിമിറ്റഡ് ഓഷ്യൻ സർക്കുലേഷൻ, കുറച്ച് ഓഷ്യൻ സർക്കുലേഷൻ മാത്രമുള്ള കോസ്റ്റൽ ഏരിയാസിലും ബ്രാക്കിഷ് വാട്ടർ ആണ്. ബ്രാക്കിഷ് ലേക്സ് ഓർ ലഗൂൺസ്, അതുപോലെ തന്നെ ബ്രാക്കിഷ് ലേക്കുകൾ അല്ലെങ്കിൽ ലഗൂണുകൾ, അവിടെയൊക്കെ ബ്രാക്കിഷ് വാട്ടർ ആണ്. ബ്രാക്കിഷ് വാട്ടർ ഇക്കോസിസ്റ്റംസ് എന്തൊക്കെയാണ് വരിക? എസ്റ്ററികൾ, മാംഗ്രോവുകൾ അതിന് ഇക്കോസിസ്റ്റം എക്സാമ്പിൾ ആണെന്ന് പറയാം ബ്രാക്കിഷ് വാട്ടർ. ഈ ആവറേജ് സലൈനിറ്റി ഇൻ ദ സീ വാട്ടർ ഈസ് അബൌട്ട് 3.5 ആണ് ആവറേജ് സലൈനിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഫ്രഷ് വാട്ടർ തന്നെ നോക്കുക. ഫ്രഷ് വാട്ടർ ഇക്കോസിസ്റ്റം തന്നെ സ്റ്റാറ്റിക് വാട്ടർ എന്നും
അതുപോലെ തന്നെ ലെൻഡിക് വാട്ടർ എന്നും നമ്മൾ പറയാറുണ്ട്. സ്റ്റാറ്റിക് വാട്ടറിനെ ലെൻഡിക് വാട്ടർ എന്നും പറയാം. അനക്കമില്ലാതെ നിൽക്കുന്ന ഫ്രഷ് വാട്ടർ ഉണ്ട്. അതായത് കുളങ്ങളിൽ വെള്ളം അനക്കില്ലാതെ കിടക്കുന്നതാണ്, തടാകങ്ങളിലൊക്കെ ഒഴുകുന്നില്ല. എന്നാൽ ഫ്ലോയിങ് വാട്ടറും ഉണ്ട് ഫ്രഷ് വാട്ടറിൽ തന്നെ. അതേതാണ്? ലോട്ടിക്. അപ്പോൾ ഫ്രഷ് വാട്ടർ ഇക്കോസിസ്റ്റത്തെ തന്നെ രണ്ടായി തിരിക്കാം, സ്റ്റാറ്റിക് വാട്ടർ എന്നും അഥവാ ലെൻഡിക് എന്നും, ഫ്ലോയിങ് വാട്ടർ ഒഴുക്ക് വെള്ളം അഥവാ ലോട്ടിക് എന്നും. അപ്പൊ ലോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴുകുന്ന വെള്ളം എന്നല്ലേ അർത്ഥം. അപ്പൊ ഒഴുകുന്ന എന്നുള്ളതിന് ലോഷൻ അല്ലെ, ആ വാക്ക് ഓർത്ത് വെച്ചിട്ട് ലോട്ടിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലോയിങ് വാട്ടർ. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ അനങ്ങാതിരിക്കുന്നതെന്ന് അർത്ഥം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അപ്പൊ സ്റ്റാറ്റിക് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനങ്ങാതിരിക്കുന്നത് എന്നർത്ഥം. ഇനി അടുത്ത ഒരു ചോദ്യം പറയുന്നത് ഇതാണ്: ദി ആവറേജ് സലൈനിറ്റി ഇൻ സീ വാട്ടർ ഈസ് അബൌട്ട്. സീ വാട്ടറിന്റെ ആവറേജ് സലൈനിറ്റി എത്രയാണ്? 3.5 ആണ് സീ വാട്ടറിന്റെ ആവറേജ് സലൈനിറ്റി എന്ന് പറയുന്നത്.